ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവ് കണ്ണൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ ചിന്നക്കനാൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ. സർക്കാരിന്റെ പണവും വാങ്ങി അനാവശ്യമായിട്ടുള്ള വിഷയം പോലീസ് ഉണ്ടാക്കല്ല. നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്തായിരുന്നു നന്നായിട്ട് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള പണിയായിട്ടൊന്നുമല്ല. ഞങ്ങൾ ഇവിടെ പ്രതിഷേധം നടത്താൻ വന്നവര് പ്രതിഷേധം ഇവിടെ ആളുകൾ മരിച്ചു കിടക്കുമ്പം നിങ്ങൾക്ക് അത് വേണ്ട. പക്ഷെ നിങ്ങൾ ഞങ്ങളുടെ തള്ളരുത്. ഞങ്ങൾ അത് ആ രീതിക്ക് കൈകാര്യം ചെയ്യും. സർക്കാരിന്റെ പാവപ്പെട്ടവരെ പണം വാങ്ങിച്ച് ശമ്പളം മേടിച്ചിട്ട് എന്തെങ്കിലും കയറി ഇരിക്കുമല്ലേ? ആളുകൾ എത്ര പേര് മരിച്ചു? മെസ്സേജ് വിടും. നിങ്ങളാണല്ലോ നിങ്ങൾക്ക് ഈ കേരള പോലീസ് കാണിക്കുന്ന ആവേശം കാണിക്കും. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവ് കൊല്ലപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ടാണിപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ പ്രകടനം. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയാണ്. ഇടുക്കിയിൽ ദൃഷ്ടാംശങ്ങളുമായി ആൽവിൻ തോമസ് ഉണ്ട്. ആൽവിൻ, ശക്തമായ പ്രതിഷേധമാണ്. ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ടോ? ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നു. കാര്യം ഫോറസ്റ്റ് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തള്ളിക്കയറുകയായിരുന്നു. ഇതിന് മുമ്പായി വടം കെട്ടി പോലീസ് തടഞ്ഞിരുന്നുവെങ്കിലും അത് മറികടന്നുകൊണ്ട് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഫോറസ്റ്റ് ഓഫീസിലേക്ക് ചിന്നക്കനാൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് തള്ളിക്കയറിയിരിക്കുകയാണ്. ഇപ്പോൾ വലിയ പ്രതിഷേധവും മുദ്രാവാക്യം വിളിയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെയാണ് കണ്ണൻ എന്ന ആദിവാസി യുവാവ് കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ചത് ചിന്നക്കനാലിൽ. അതിൽ പ്രതിഷേധ സൂചകമായി യാതൊരു നടപടികളും ഫോറസ്റ്റ് അധികൃതർ സ്വീകരിക്കുന്നില്ല എന്നുള്ള ഒരു പ്രതിഷേധം സൂചകമായിട്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു മാർച്ച് ഫോറസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ആ മാർച്ച് ഇപ്പോൾ തള്ളിക്കയറി ഫോറസ്റ്റ് ഓഫീസിന് തൊട്ട് അരികിലേക്ക് എത്തിയപ്പോൾ പോലീസ് വീണ്ടും തടഞ്ഞുകൊണ്ട് മാർച്ചിനെ ഇപ്പോൾ ശാന്തരായിരിക്കുകയാണ് പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ സംസാരിക്കുകയാണ്. ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ സംസാരിക്കുന്നുണ്ട്. ഈ പ്രതിഷേധം വലിയ തോതിൽ ഈ പ്രദേശവാസികളും വലിയ പ്രതിഷേധത്തിലാണ്. കാര്യം കഴിഞ്ഞ ഒരു 7 മാസത്തിനിടെ 6ഓളം ആളുകളാണ് ഇടുക്കി ജില്ലയിൽ ആകെ കാട്ടാനാക്രമണത്തിൽ മരിച്ചത് എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. ചിന്നക്കനാൽ പ്രദേശത്ത് തന്നെ 2 പേർ ഇതിനു മുമ്പ് മരണം സംഭവിച്ചിരുന്നു. ഇന്നലെ വൈകിട്ട് 5:30 മണിയോടുകൂടിയാണ് കൃഷിയിടത്തിൽ കണ്ണൻ എന്നയാൾ ജോലിക്ക് ശേഷം അവിടെ നിന്ന് കുടിയിലേക്ക് മടങ്ങുമ്പോൾ കാട്ടാന കൂട്ടം ആക്രമിക്കുകയായിരുന്നു. ഈ പ്രദേശത്ത് ഏതാണ്ട് 9 കാട്ടാനകൾ തമ്പടിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. RRT സംഘവും അത് അംഗീകരിക്കുന്നുണ്ട്. 9 കാട്ടാനകളുടെ ആക്രമണത്തിലാണ് ഇത്തരത്തിലൊരു ദാരുണ സംഭവം ഇന്നലെ ഉണ്ടായത്. കണ്ണൻ എന്നയാളാണ് ആദിവാസി യുവാവിനാണ് ചവിട്ടേറ്റത്. ആന കണ്ണനെ തുമ്പിക്കേക്ക് അടിച്ചു വീഴ്ത്തി ചവിട്ടുകയായിരുന്നു. ആന കൂട്ടത്തിനിടയിൽ തന്നെ പെടുകയായിരുന്നു. കൃഷിയിടത്തിന് സമീപമാണ് കണ്ണൻ. അവിടെ നിന്ന് പോകുമ്പോഴാണ് കണ്ണന് ഈ അപകടം ഉണ്ടാകുന്നത്. കണ്ണൻ്റെ മൃതദേഹം ഇപ്പോൾ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തിവരികയാണ്. രാവിലെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുകയാണ്. അതിനുശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും. ഇതിനിടെയാണ് വിവിധ പ്രതിഷേധങ്ങൾ ഉയരുന്നത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഫോറസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഫോറസ്റ്റ് ഓഫീസിലേക്ക്, സൂര്യനെല്ലി ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ്. ചിന്നക്കനാലിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവ് മരിച്ചതുമായി ബന്ധപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ്
മാർച്ച് നടത്തുന്നത്. ഇവിടെ ഈ വേലി വലിച്ചു കെട്ടി യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകന്മാരെ തടയാൻ നിങ്ങൾ കാണിച്ച ആവേശം ഈ കാട്ടാനകളെ തുരത്തുന്നതിന് വേണ്ടി സ്വീകരിച്ചിരുന്നെങ്കിൽ നമുക്ക് സാധാരണക്കാരായ നിരവധിയായ ആളുകളുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി കഴിയുമായിരുന്നു. യാതൊന്നും ചെയ്യാത്ത ഈ നാട്ടിലെ സാധാരണക്കാരായ കർഷക മക്കളുടെ ജീവന് പുല്ലുവില നടത്തുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെങ്കിൽ ഈ സാധാരണക്കാരുടെ നികുതി പണം ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം മേടിച്ച് AC റൂമുകളിൽ അന്തി ഉറങ്ങുന്ന ഫോറസ്റ്റ് ഓഫീസുകളിലേക്ക് ഇന്ന് ഈ സൂചനാ സമരമാണ് നടത്തിയതെങ്കിൽ നാളുകളിൽ ഇത്തരക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ ഇവിടുത്തെ കിടന്നുറക്കാൻ കഴിയാത്ത സമരത്തിന് യൂത്ത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുമെന്ന് പറയാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുക. ഇവിടെ നമുക്കറിയാം, ഇവിടെ നിരവധിയായിട്ടുള്ള ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുക. എപ്പോഴും ആളുകൾ മരിക്കുമ്പോൾ നടപടിയെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ കർഷക ജനതയെ കബളിപ്പിക്കുന്ന സമീപനമാണ് ഈ കേരളത്തിലെ പിണറായി സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിനെതിരെ കർശനമായ സമരങ്ങളുമായി യൂത്ത് കോൺഗ്രസ് കടന്നു പോകുമെന്ന് പറയാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുക. ഇവിടെ അറിയാം, ഇടുക്കി ജില്ലയിൽ മാത്രം 2024 ഇന്ന് ജൂലൈ മാസം 22-ാം തീയതി കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഫോറസ്റ്റ് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് നടന്നത്. മാർച്ചിൽ സംഘർഷമുണ്ടായി. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ചെറിയ തരത്തിൽ വാക്കുതർക്കമുണ്ടായി. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആൽവിൻ തോമസ് ഇടുക്കിയിൽ നിന്ന്.